എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സുരക്ഷിതനായ ദൈവം ഒരുക്കി കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. 2026 ആണ്ടിന്റെ പ്രാരംഭ മണിക്കൂറുകളിൽ കർത്താവിന്റെ വചനം നിങ്ങളുമായി പ്രഘോഷിക്കുന്നതിൽ ഞാനും സന്തോഷിക്കുന്നു. ഇന്ന് പകലിൽ ദൈവം നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന തിരുവെഴുത്ത് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് നമുക്ക് പ്രാപിക്കാം. വളരെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. എന്തെങ്കിലും കേൾക്കുവാൻ വേണ്ടി രാത്രിയിൽ ആരുമായിരിക്കരുത്. ദൈവത്തിൽ നിന്നും കേൾക്കപ്പെടുന്ന വചനം പ്രാപിക്കാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടെ കർത്തൃപാദപീഠത്തിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം അതിൽ 21-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം അതിലെ 21-ാമത്തെ വാക്യം. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചന നിവൃത്തിയാകും. സദൃശവാക്യം 19-21 നാം വായിച്ചു കേട്ട വേദഭാഗം വളരെ സുപരിചിതമായ വേദഭാഗമാണ്. പലപ്പോഴും മനഃപാഠമായി അറിയാവുന്ന വേദഭാഗം. പല ചിന്തകളും ആലോചനകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ പുതുവർഷത്തിന്റെ പ്രാരംഭ ദിവസം നാം കേൾക്കപ്പെടാൻ പോകുന്നത് ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ചലനമായി വെളിപ്പെടാൻ പോകുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യത്തെ പദം, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. ഇന്ന് പ്രഭാതത്തിൽ പ്രാരംഭ ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. 2026 ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകുന്ന വർഷമായി പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുകയാണ്. ആമേൻ. എന്തെല്ലാം ആലോചനകൾ ദൈവം നിന്നോട് ഇടപെട്ടിട്ടുണ്ടോ അതെല്ലാം നിവർത്തിയാകുന്ന ഒരു വർഷമായി ഈ 2026 ജീവിതത്തിൽ മാറാൻ പോകുകയാണ്. യഹോവയുടെ ആലോചനകൾ നിവർത്തിയാക്കപ്പെടും. ദൈവം പറയുന്ന ആലോചനകൾക്ക് മാറ്റമില്ല. ദൈവം പറയുന്ന ആലോചനകൾക്ക് മാറ്റമില്ല. അത് നിവർത്തിയാക്കപ്പെടും. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങൾ ഉണ്ടെങ്കിലും അത് അവിടെ ഇരിക്കത്തതേയുള്ളൂ. 2026 മനുഷ്യന്റെ ഹൃദയത്തിലെ വിചാരമല്ല നടക്കാൻ പോകുന്നത്. യഹോവയുടെ ആലോചന തന്നെ നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വെളിപ്പെട്ട് വരാൻ പോകുക. യഹോവയുടെ ആലോചന തന്നെ നിന്റെ തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വരാൻ പോകുക. യഹോവയുടെ ആലോചന തന്നെ നിന്റെ ഉപജീവന മാർഗങ്ങൾക്കകത്ത് വെളിപ്പെട്ട് വരാൻ പോകുക. യഹോവയുടെ ആലോചന തന്നെ നിന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ട് വരാൻ പോകുക. ആമേൻ. നിന്റെ ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത് യഹോവയുടെ ആലോചന തന്നെ വെളിപ്പെട്ട് വരാൻ പോകുക. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? അതെ, യഹോവയുടെ ആലോചന വെളിപ്പെടുന്ന ആമേൻ സ്തോത്രം വർഷമായി ഈ വർഷത്തെ പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുക. യഹോവയുടെ ആലോചന നിവർത്തിയാകുന്ന വർഷം. അതെ, ഇത് യഹോവയുടെ ആലോചന നിവർത്തിയാകുന്ന വർഷം. മനുഷ്യന്റെ പദ്ധതികൾ പരാജയപ്പെട്ടു പോയിടത്ത്, മനുഷ്യന്റെ പദ്ധതികൾ തച്ചുടഞ്ഞു പോയിടത്ത് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകുന്നയാണ്ടാണ് 2025 എന്ന് പറയുന്നത്. പല വിചാരങ്ങളോടും പല ചിന്തകളോടും കൂടി തുടങ്ങിയതാ, പല സ്വപ്നങ്ങളോടുകൂടി തുടങ്ങിയതാ. പക്ഷെ ഒന്നും എങ്ങും എത്താവായിരിക്കുമ്പോൾ, എന്നാൽ പുതിയ വർഷത്തിന്റെ ആദ്യത്തെ മണിക്കൂറുകൾ ദൈവാത്മാവ് ചിലരെ നോക്കി പ്രവചിക്കുക. ഇത് ആമേൻ സ്തോത്രം, യഹോവയുടെ ആലോചനയ്ക്ക് വേണ്ടി നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അത് നിന്റെ ലൈഫിനകത്ത് നിവർത്തിയാകപ്പെടാൻ പോകുക. ആമേൻ. മനുഷ്യന്റെ ചിന്തകളല്ല, മനുഷ്യന്റെ ഹൃദയത്തിൽ വിചാരങ്ങളല്ല, മനുഷ്യന്റെ കണക്ക് കൂട്ടലുകളല്ല, അതെല്ലാം പിഴയ്ക്കുമ്പോൾ ഇന്ന് രാത്രി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നിന്നോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവാലോചന നിവർത്തിയാകാനുള്ള സമയമായി ചില കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവാലോചന നിവർത്തിയാകാനുള്ള സമയമായി ചില തലമുറകളോട് ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവാലോചന നിവർത്തിയാകാനുള്ള സമയമായി ഇതുവരെ നീ കേട്ട മനുഷ്യന്റെ ഉപദേശങ്ങൾ, ഇതുവരെ നീ കേട്ട മനുഷ്യന്റെ ആലോചനകൾ ഇന്ന് പകൽ മാറ്റിവെക്ക. ഇത് ദൈവം ചിലത് നിവർത്തിയാക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ദൈവത്തിന്റെ സമയമാണ്. അതിനുവേണ്ടി ഒന്ന്
സമർപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഇതുവരെയും ആമേൻ സ്തോത്രം പല ഇതങ്ങളും പല ഇഷ്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ ഒന്നും നടത്തപ്പെട്ടില്ല. എന്നാൽ ആമേൻ സ്തോത്രം ദൈവാലോചനയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ആമേൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും? 2026 ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇത് യഹോവയുടെ ആലോചന നിവർത്തി ആകുന്ന വർഷമാണ്. എത്ര പേർ ഇതിനെ റിസീവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്നാൽ ഇന്ന് രാത്രി ഇതിനെ റിസീവ് ചെയ്യുന്നവരുടെ മേൽ ഈ വചനം മാനിഫെസ്റ്റ് ആകാൻ പോകുക, ഈ വചനം വെളിപ്പെട്ടു വരാൻ പോകുക. അദ്ദേഹത്തിന്റെ ലൈഫിനകത്ത് ഈ വചനത്തിന്റെ ശക്തി അടുത്ത വർഷം മുഴുവനും ഉടനീളം ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരാൻ പോകുക. നിന്നോട് പറഞ്ഞ ആലോചനകൾ അക്കമിട്ട് ഓരോന്നായി നിവർത്തിയാക്കപ്പെടുന്ന ദിനങ്ങളായി, ദിവസങ്ങളായി, മണിക്കൂറുകളായി ആമേൻ അതിന്റെ സമയം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് നാളെ സംഭവിക്കുമെന്നല്ല ആമേൻ പറയുന്നത്. നിന്റെ ടൈം ആരംഭിച്ചു കഴിഞ്ഞു, നിന്റെ ടൈം ആരംഭിച്ചു കഴിഞ്ഞു. ആലോചന വെളിപ്പെടാനുള്ള ടൈം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി വിശ്വസിച്ച് ആമേൻ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ അതേ നിന്റെ വീടിനകത്ത്, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ അത് സംഭവിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകാൻ പോകുന്നു. ഏതൊക്കെ ശക്തികൾ നിനക്കെതിരെ പാഞ്ഞെടുത്താലും ആമേൻ സ്തോത്രം മാനുഷികമായ ആലോചനകൾക്ക് അവൻ വട്ടം കൂടിയാലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുക. ഇല്ല കുഞ്ഞേ, ഇത് എന്റെ ആലോചന നിവർത്തിയാകുന്ന വർഷമാ. മനുഷ്യന്റെ ആലോചനകളെ പൊളിച്ച്, മനുഷ്യന്റെ ചിന്താഗതികളെ പൊളിച്ച് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം ചില കുടുംബങ്ങളുടെ പേർ സ്വർഗം മാനിഫെസ്റ്റ് ചെയ്യുന്ന, വെളിപ്പെടുത്തുന്ന സമയങ്ങളായി എത്ര പേർ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? അതെ, ഇത് യഹോവയുടെ ആലോചന നിവർത്തിയാകുന്ന സമയമാ. ഹല്ലേലൂയ. രാത്രി എനിക്കറിയില്ല ആരോടൊക്കെ പരിശുദ്ധാത്മ വ്യക്തമായി പറയുക, കുഞ്ഞെ ഇത് യഹോവയുടെ ആലോചന നിവർത്തിയാകുന്ന സമയമാണ്. ചില വാക്യങ്ങളൂടെ വായിച്ച് വേഗത്തിൽ ദൂതിൽ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുക. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 19-ാം വാക്യം. സ്തോത്രം. ആകയാൽ എന്റെ വാക്ക് കേൾക്ക, ഞാനൊരു ആലോചന പറഞ്ഞു. സ്തോത്രം. ആകയാൽ എന്റെ വാക്ക് കേൾക്കാം, ഞാൻ ഒരു ആലോചന പറഞ്ഞു തരാം. ഇന്ന് രാത്രിയിൽ ആമേൻ 2026 പ്രാരംഭ മണിക്കൂറുകളിൽ പരിശുദ്ധാത്മ പറയുക, ദൈവത്തിന്റെ വാക്ക് കേൾക്കുക. ദൈവം നിന്നോടൊരു ആലോചന പറഞ്ഞു തരാൻ പോകുക. എന്താണ് ആമേൻ ആലോചന? 2026 ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള ദൈവത്തിന്റെ ആലോചന ഇത്ര മാത്രമേ ഉള്ളൂ. യഹോവയുടെ ആലോചന അത് നിവർത്തിയാക്കപ്പെടാൻ പോകുക, അത് ഫുൾഫിൽ ആകാൻ പോകുക, അത് നിവർത്തിയാക്കപ്പെടാൻ പോകുക. ആലോചനകൾ കേൾക്കാനുള്ളതല്ല, അത് നിവർത്തിയാക്കപ്പെടാനുള്ളതാണ്. ഒന്നും കൂടി ആവർത്തിക്കട്ടെ, ആലോചനകൾ കേൾക്കാനുള്ളതല്ല, അത് നിവർത്തിയാക്കപ്പെടാനുള്ളതാണ്. ഇന്ന് രാത്രി വിശ്വസിച്ച് എത്ര പേർ ആമേൻ പറയുന്നു? ആമേൻ അവരുടെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെട്ടു വരാൻ പോകുക. അതേ, ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. ഇത് ദൈവത്തിന്റെ ആലോചന ആമേൻ ആമേൻ സ്തോത്രം നിവർത്തിയാകുന്ന സമയമാണ്. ആകയാൽ എന്റെ വാക്ക് കേൾക്കാം, ഞാൻ ഒരു ആലോചന പറഞ്ഞു തരാം. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് ആലോചന പറയുക. ആമേൻ ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകാൻ പോകുന്നു. യഹോവയുടെ ആലോചന നിവർത്തിയാകാൻ പോകുന്നു. നിന്റെ പഠനത്തിന്റെ മേൽ യഹോവയുടെ ആലോചന ആമേൻ നിവർത്തിയാകാൻ പോകുന്നു. നിന്റെ വിദേശയാത്രയുടെ മേൽ യഹോവയുടെ ആലോചന നിവർത്തിയാകാൻ പോകുന്നു. നിന്റെ യാത്രകളുടെ മേൽ യഹോവയുടെ ആലോചന നിവർത്തിയാകാൻ പോകുന്നു. നിന്റെ എക്സാമിന്റെ മേൽ യഹോവയുടെ ആലോചന നിവർത്തിയാകാൻ പോകുന്നു. ഇന്ന് പകലിൽ ഒരു പ്രോഫറ്റിക്കൽ ശബ്ദം, പ്രവചനാത്മ ശബ്ദം കൈമാറുമ്പോൾ അവൻ ഏതൊക്കെയോ വീടുകൾക്കകത്ത്, ഏതൊക്കെയോ വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഇതൊരു ദൈവ പ്രവൃത്തിയായി മാനിഫെസ്റ്റ് ആക്കപ്പെടാൻ പോകുന്നു. എന്താണ് ആലോചന? ആലോചന കേൾക്കണ്ടേ? ആകയാൽ എന്റെ വാക്ക് കേൾക്കാൻ ഞാൻ ഒരു ആലോചന പറഞ്ഞു തരാം. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ ആലോചന കിടപ്പുണ്ട്. എന്താ ആലോചന? 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം. സ്തോത്രം. 17-11
ആകയാൽ ഞാൻ പറയുന്ന ആലോചന എന്തെന്നാൽ കേട്ടോ, പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ പറഞ്ഞു, ആകയാൽ എന്റെ വാക്ക് കേൾക്കാൻ ഞാൻ ഒരു ആലോചന പറഞ്ഞു തരാം. ആമേൻ സ്തോത്രം. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ എന്താണ് ആലോചന എന്നുള്ളത് പറയുക. എന്താ ആലോചന? വായിച്ചാട്ടെ. ദാൻ മുതൽ ബേർശേബ വരെ. ആകയാൽ ഞാൻ പറയുന്ന ആലോചന എന്തെന്നാൽ ദാൻ മുതൽ ബേർശേബ വരെ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരിക്കുന്ന ഇസ്രായേലിനെ ഒക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചു കൂട്ടും. ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറാം. ദാൻ മുതൽ ബേർശേബ വരെ നീ പരക്കാൻ പോകുകയാ. ഹല്ലേലൂയ. നിന്റെ അതിരുകളിൽ ശൂന്യമല്ല, നിന്റെ അതിരുകൾ വിശാലപ്പെടാൻ പോകുന്നു. നീ പരക്കാൻ പോകുന്നു. കണ്ടോ? ആമേൻ സ്തോത്രം. ആകയാൽ എന്റെ വാക്ക് കേൾക്കാൻ ഞാൻ ഒരു ആലോചന പറഞ്ഞു തരാം. ആകയാൽ ഞാൻ പറയുന്ന ആലോചന എന്താണെന്നറിയാമോ? ദാൻ മുതൽ ബേർശേബ വരെ നീ പരക്കാൻ പോകുകയാ. നിന്റെ ആമേൻ ശുശ്രൂഷയുടെ തലത്തിൽ ആമേൻ അത് വെളിപ്പെടാൻ പോകുകയാ. ദാൻ മാത്രമല്ല, ബേർശേബ വരെ അത് പരക്കാൻ പോകുന്നു. ഒരു സ്ഥലത്ത് മാത്രമല്ല, രാജ്യങ്ങളിലേക്ക് ശുശ്രൂഷകൾ വ്യാപിക്കാൻ പോകുന്നു. ഒരു കൺട്രിയിൽ മാത്രമല്ല, രാജ്യങ്ങളിലേക്ക് ശുശ്രൂഷകൾ ആമേൻ സ്തോത്രം വ്യാപരിക്കാൻ പോകുന്നു. ഒരു ഭൂഖണ്ഡത്തിൽ മാത്രമല്ല, ആമേൻ അനേക ഭൂഖണ്ഡങ്ങളിലേക്ക് ശുശ്രൂഷകൾ വ്യാപരിക്കാൻ പോകുന്നു. ദാൻ മുതൽ ബേർശേബ വരെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് എത്ര പേർ വിശ്വസിക്കും? അതെ, ഞാൻ ഇങ്ങനെ ഇരിക്കാനുള്ളവൻ അല്ല, ഞാൻ പരക്കാനുള്ളവനാണ്. ആമേൻ. ഞാൻ ഇങ്ങനെ ഇരിക്കാനുള്ളവനല്ല, ഞാൻ പരക്കാനുള്ളവനാണ്. ദാൻ മുതൽ ബേർശേബ വരെ ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന്റെ ആലോചന, ഭൂമിയുടെ അറ്റത്തോളം അവൻ നിന്നെ വിശാലപ്പെടുത്താൻ പോകുന്ന, ഭൂമിയുടെ അറ്റത്തോളം അവൻ നിന്നെ പരക്കാൻ പോകുക. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, യഹോവ ഒരു ആലോചന പറയുന്നു, അത് നിവർത്തിയാകുന്ന ആലോചന. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, 2025 ആമേൻ സ്തോത്രം, മാനുഷികമായി ഒരുപാട് പേർ ഒരുപാട് പദ്ധതികളും ഒരുപാട് കാര്യങ്ങളും നിന്നോട് വന്ന് പറഞ്ഞതാ, നിന്നോട് ഡിസ്കസ് ചെയ്തതാ. പക്ഷെ ആ കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നാൽ ഈ 2026 പ്രാരംഭ മണിക്കൂറുകളിൽ ദൈവാത്മാവ് നിന്നോട് പറയുക, ആമേൻ സ്തോത്രം, ഇത് ആമേൻ സ്തോത്രം നിന്റെ സമയമാണ്. നീ കേട്ട ദൈവ ശബ്ദം നിവർത്തിയാകാൻ പോകുന്ന സമയം. ഹല്ലേലൂയ. നിന്റെ ഭവനം കേട്ട ദൈവ ശബ്ദം നിവർത്തിയാക്കപ്പെടാൻ പോകുന്ന സമയം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. ആമേൻ സ്തോത്രം. ആ ദൈവത്തിന്റെ ആലോചന നിന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ടു. 2 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് പോകാം. ആമേൻ സ്തോത്രം. എടുക്കട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യത്തിലാണ് ആലോചന വെളിപ്പെടുന്നത്. എന്നാൽ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ പ്രാർത്ഥിക്കുന്നവന്റെ ആലോചനക്കെതിരായി മറ്റൊരു ആലോചന വെളിപ്പെടുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ദൈവാലോചന വെളിപ്പെടുന്നിടത്ത് ദൈവാലോചനയെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റ് ചില ആലോചനകൾ വെളിപ്പെട്ടു വരും. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, വചനമെന്ന വാതുകൊണ്ട് ഇന്ന് രാത്രി ആത്മാവിൽ വിവേചിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ആലോചന അത് ശോധന ചെയ്ത് ആ ആലോചനയിൽ മുറുകെ പിടിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം ഇടപെടുകയാണ്. ഹല്ലേലൂയ. 2 ദിനവൃത്താന്ത പുസ്തകം 25-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കാമോ? 2 ദിനവൃത്താന്ത പുസ്തകം 25-ാം അധ്യായം 16-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ആലോചന കേൾക്കാതെ വന്നാൽ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്? അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവനോട്, ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ? മതി, നീ വെറുതെ. 2 ദിനവൃത്താന്തം 25:16. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാവിനോട്, ഞങ്ങൾ നിന്നെ രാജാവിന് മന്ത്രിയാക്കി വെച്ചിട്ടുണ്ടോ? മതി, നീ വെറുതെ വിട്ടുകൊണ്ട് ചാകുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ മതിയാക്കി, നീ എന്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് രാത്രി ഒരു ദൂത് കൈമാറാ. കൂട്ടുകാർ പറയുന്നത് കേട്ടില്ലെങ്കിൽ, ആമേൻ സ്തോത്രം, സഹോദരങ്ങൾ പറയുന്നത് കേട്ടില്ലെങ്കിൽ, മനുഷ്യർ പറയുന്നത് കേട്ടില്ലെങ്കിൽ അതങ്ങനെ അങ്ങ് തെന്നിമാഞ്ഞു പോകും. പക്ഷെ ദൈവാലോചന കേൾക്കാതെ പോയാൽ അത് നിന്റെ ജീവിതത്തിൽ നാശമായി വെളിപ്പെടും. ഇന്ന് രാത്രി ഇടപെടുക. അവൻ അതാണ് പറയുന്നത്. ഒരു പ്രവാചകൻ നിന്നുകൊണ്ട് പ്രവചിച്ചു പറയുക, നീ എന്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പിപ്പാൻ
നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവാലോചനയുടെ മുമ്പാകെ ചലിക്കാത്തതായി ഒന്നുമില്ല. ദൈവാലോചനയുടെ മുമ്പാകെ തുറക്കപ്പെടാത്തതായി ഒരു വഴികളുമില്ല. ആലോചന നിന്റെ മേലുണ്ടോ, വഴി തുറക്കപ്പെട്ടിരിക്കും. ആലോചന നിന്റെ മേലുണ്ടോ, ഇടപെടേണ്ടവരോട് ആത്മാവ് ഇടപെട്ടിരിക്കും. ആലോചന നിന്റെ മേലുണ്ടോ, നിന്റെ കാര്യങ്ങൾ സാധിച്ചിരിക്കും. പക്ഷേ ദൈവാലോചനയ്ക്ക് വില കൊടുക്കാതെ മാറി നടന്നാൽ ഇന്ന് രാത്രി അവൻ ഓർത്തുകൊള്ളുക, അവൻ ദൈവാലോചനയ്ക്ക് വില കൊടുക്കാതെ മാറി നടന്നാൽ അത് അവൻ സ്തോത്രം നാശമാണ് അത് ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യന്റെ വാക്കുകൾ ധിക്കരിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആലോചനയെ ധിക്കരിക്കരുത്. ആ ആലോചന ഈടുറ്റതാണ്. ആ ആലോചനയുടെ മുമ്പിൽ സറണ്ടറായി കൊടുത്താൽ നിന്റെ ജീവിതം ഒരു മനുഷ്യന് സ്വപ്നം കാണാൻ കഴിയുന്നതിൽ അപ്പുറമായി നിന്റെ ജീവിതത്തെ ധന്യമാക്കാൻ തമ്പുരാന് പദ്ധതിയുണ്ട്. ആമേൻ സ്തോത്രം. മറ്റൊരു കാര്യം കൂടെ പറയാം. ദൈവത്തിന്റെ ആലോചന നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ സ്തോത്രം നിവർത്തിയാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് ചില കാര്യങ്ങൾ സംഭവിക്കും. അവൻ ദൈവാലോചന നിന്റെ വീടിനകത്ത് നിവർത്തിയാകുമ്പോൾ, ദൈവാലോചന നിന്റെ തലമുറയുടെ മേൽ നിവർത്തിയാകുമ്പോൾ, ദൈവാലോചന നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിവർത്തിയാകുമ്പോൾ നിനക്കെതിരെ നിൽക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കും. എന്താണെന്നറിയാമോ? അവൻ യഹോവയെ സേവിച്ചു നിൽക്കുന്ന എന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകുമ്പോൾ ആമേൻ സ്തോത്രം. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, വക്രബുദ്ധികളുടെ ആലോചന ആമേൻ സ്തോത്രം മറിഞ്ഞു പോകുന്നു. കണ്ടോ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവാലോചനയ്ക്കെതിരായി വ്യാപരിക്കുന്ന സകല വക്രബുദ്ധികളുടെ ആലോചനകളെയും ദൈവം മറിച്ചു കളയും. ആമേൻ സ്തോത്രം. അതുപോലെ സ്വന്തം ആലോചനയെ ദൈവം തള്ളിയിടും. ദുഷ്ടന്മാരുടെ ആലോചനയെ ദൈവം നിന്നിൽ നിന്നും അകറ്റിയിരിക്കും. നിനക്ക് വിരോധമായി കൂടിയാലോചിക്കുന്ന ആലോചനകളെ തമ്പുരാൻ തകർത്ത് കളഞ്ഞിരിക്കും. കാരണം നീ ദൈവാലോചനയ്ക്ക് സറണ്ടർ ആയതുകൊണ്ട്. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുക, ആമേൻ സ്തോത്രം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറാം. ആലോചനക്കാരൻ ആമേൻ ഒരു പ്രോഫറ്റ് അല്ല. ആലോചനക്കാരൻ മനുഷ്യനല്ല. മനുഷ്യനേക്കാൾ അപ്പുറമായി നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആലോചനക്കാരൻ ഹോളി സ്പിരിറ്റ് ആണ്, പരിശുദ്ധാത്മാവാണ്. ആമേൻ ആമേൻ. മനുഷ്യന്റെ വാക്കിനകത്ത് സംശയം ഉണ്ടായേക്കാം, ഒരു പ്രോഫറ്റിന്റെ വാക്കിനകത്ത് സംശയം ഉണ്ടായേക്കാം. പക്ഷേ ദൈവത്തിന്റെ വാക്ക് സംശയിക്കേണ്ട. അവൻ മനുഷ്യനല്ല, വ്യാജം പറയാൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇടപെടുക, ദൈവത്തിന്റെ ആലോചന ചോദിക്കുക. അവൻ പലതും ചെയ്തിട്ട് നടന്നില്ലല്ലോ, പലതും ചെയ്തിട്ട് പരാജയമല്ലേ? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. 2026 നിന്റെ ജീവിതത്തിൽ അനുഗ്രഹപൂർണമാകണമെങ്കിൽ ദൈവാലോചന ചോദിക്കുക, ആലോചനയ്ക്ക് കീഴ്പ്പെടുക. അല്ല എങ്കിൽ ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, മുമ്പോട്ടുള്ള വഴികൾ അടയപ്പെടും. മുമ്പോട്ടുള്ള ഗമനാഗമനങ്ങളിൽ പ്രശ്നങ്ങൾ ആമേൻ സ്തോത്രം ഉളവായിത്തീരും. 33-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 33-ാം സങ്കീർത്തനം അതിന്റെ 11-ാമത്തെ വാക്യം വേഗത്തിൽ. ആമേൻ. സമയം വളരെ സ്പീഡിൽ ഓടിപ്പോകുകയാണ്. ഹല്ലേലൂയ. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറകളും. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറയായും നിൽക്കുന്നു. കണ്ടോ? 33-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ പറയാം, യഹോവയുടെ ആലോചന ശാശ്വതമായി. ഇന്ന് പകലിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, യഹോവയുടെ ആലോചനയ്ക്ക് മാറ്റം വരുന്നില്ല. മാറ്റം വരുന്നതല്ല യഹോവയുടെ ആലോചന, മാറ്റാവുന്നതുമല്ല യഹോവയുടെ ആലോചന, തിരുത്താവുന്നതല്ല യഹോവയുടെ ആലോചന. തിരുത്തപ്പെടാൻ കഴിയാത്തതാണ് യഹോവയുടെ ആലോചന എന്ന് പറയുന്നത്. ആമേൻ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ആലോചനയില്ലാഞ്ഞാൽ, കണ്ടോ? ആലോചനയില്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകും. ദൈവത്തിന്റെ ആലോചനയുടെ പ്രത്യേകത ആമേൻ എന്താണ്? ദൈവത്തിന്റെ ആലോചന അത് നിന്നെ കുറിച്ചുള്ള, നിന്റെ തലമുറയെ കുറിച്ചുള്ള, നിന്റെ ഭവനത്തെ കുറിച്ചുള്ള, നിന്റെ ഭാവിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങളാണ്, ദൈവത്തിന്റെ പദ്ധതികളാണ് ദൈവത്തിന്റെ ആലോചന. ആലോചന ഇല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ സാധിക്കത്തില്ല. കണ്ടോ? ജ്ഞാനിയായ ശലോമോൻ പറയുക, ആമേൻ, മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ ആലോചന
നിവർത്തിയാകുമെന്ന് പറഞ്ഞ് ആമേൻ പുസ്തകം അടച്ചു വെച്ചില്ല. അടുത്ത പദം പറയാ, ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകും. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ആലോചന ഉണ്ടെങ്കിൽ എന്തോ സംതിങ് സ്പെഷ്യൽ ആണ് നീ. എന്തോ ദൈവത്തിന് നിന്നോടൊരു സ്നേഹം തോന്നി, എന്തോ ദൈവത്തിന് നിന്നോടൊരു ദയ തോന്നി, എന്തോ ദൈവത്തിന് നിന്നോടൊരു മമത തോന്നി, എന്തോ ദൈവത്തിന് ആമേൻ സ്തോത്രം നിന്നിലൂടെ ആമേൻ ചിലത് ചെയ്തെടുപ്പാൻ പരിശുദ്ധാത്മാവ് ആമേൻ സ്തോത്രം ആമേൻ ആഗ്രഹിക്കുക. യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുക, ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ. സ്തോത്രം സ്തോത്രം. 5:19 അവൻ 16:3 പറയുന്നു, ആലോചന പറഞ്ഞു തരിക. ആമേൻ ആമേൻ ആമേൻ. ഇന്ന് പകലിൽ ആമേൻ ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ ആലോചനയ്ക്കായി കാതോർക്കുക, അതിനു മുമ്പിൽ സറണ്ടർ ആകുക. ജീവിതം ആമേൻ സക്സസ് ആയി തീരും. ആമേൻ ആമേൻ. 2025 വരെ നീ അനുഭവിച്ച സകല പരാജയങ്ങൾക്കുമുള്ള ഏക പോംവഴി 26-ൽ ദൈവാലോചനയ്ക്ക് സറണ്ടറായി ആമേൻ ആലോചന അനുസരിച്ച് മുമ്പോട്ട് പോകുക. അത് നിന്റെ ജീവിതത്തെ ആമേൻ ഉന്നതമായ ഇടത്ത് ആമേൻ വിജയത്തിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ടെത്തിപ്പാൻ തമ്പുരാന് പദ്ധതി ഉണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. ഒന്നും കൂടി ഓർക്കുക, പ്രവാചകൻ പറയുക, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലങ്ങൾക്ക് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. അടുത്ത പദം, എന്റെ ആലോചന നിവർത്തി ആകും. ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറട്ടെ. യഹോവയുടെ ആലോചന ആമേൻ ഊഹാപോഹങ്ങളല്ല. യഹോവയുടെ ആലോചന ആമേൻ നിന്നെ ഏറിൽ കയറ്റുന്നതല്ല. ആമേൻ യഹോവയുടെ ആലോചന സ്വപ്നലോകത്ത് എത്തിക്കുന്നതല്ല. മറിച്ച് യഹോവയുടെ ആലോചന അത് നിവർത്തിയാകപ്പെടാനുള്ളതാണ്. അത് നിവർത്തിയാകുക തന്നെ ചെയ്യും. നിവർത്തിയാകപ്പെടാനുള്ളത് മാത്രമേ തമ്പുരാൻ പറയാറുള്ളൂ. തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നിവർത്തിയാകാനുള്ളതാണ്, എന്തോ നിന്റെ ലൈഫിനകത്ത് നിവർത്തിയാകാനുള്ളതാണ്. ഇന്ന് പകൽ വിശ്വസിക്കുക, ആമേൻ നിന്റെ ജീവിതത്തിനകത്ത് ചിലത് നിവർത്തിയാകപ്പെടാൻ പോകുന്നു. അതേ ആമേൻ ദൈവത്തിന്റെ ആലോചന മാത്രമേ നിന്റെ ജീവിതത്തിനകത്ത് നിവർത്തിയാകത്തുള്ളൂ. മീഖായുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ അവൻ യഹോവയുടെ വിചാരങ്ങൾ അറിയുന്നില്ല, അവന്റെ ആലോചന ഗ്രഹിക്കുന്നുമില്ല. സ്തോത്രം. മുമ്പോട്ട് പോകട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 27-ാമത്തെ വാക്യം. സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 27-ാം വാക്യം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. സ്തോത്രം. 2026-ുമായുള്ള ബന്ധത്തിൽ ആമേൻ സ്തോത്രം നിങ്ങളോടും ദൈവസഭകളോടും വ്യക്തിപരമായ ജീവിതത്തോടും തലമുറകളോടും ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗം ഇവിടെ അതിനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. യഹോവയുടെ ആലോചന അത് നിവർത്തിയാകും. മനുഷ്യന്റെ വിചാരങ്ങളല്ല, മനുഷ്യന്റെ ഉദ്ദേശങ്ങളല്ല, തമ്പുരാന്റെ വിചാരങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. ആമേൻ. ഇബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഇബ്രായ ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഈ പ്രഭാതത്തിൽ 2026 ആണ്ടിന്റെ അവൻ പ്രാരംഭ മണിക്കൂറുകളിൽ സവിസ്തരം ധൈര്യത്തോടെ സധൈര്യം നിങ്ങളെ നോക്കി പ്രഘോഷിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തിയതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് പകൽ മറന്നു പോകരുത്. യഹോവയുടെ ആലോചന അത് നിവർത്തിയാക്കപ്പെടും. അത് നിവർത്തിയാക്കപ്പെടും. ഇത് ആലോചന നിവർത്തിയാകാനുള്ള സമയമാണ്. ഇത് ആലോചന നിവർത്തിയാകാനുള്ള സമയമാണ്. വായിച്ചാട്ടെ. ഇബ്രായ ലേഖനം 6-ാം അധ്യായം 17-ാമത്തെ വാക്യം. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് ആലോചന മാറാത്തത് കണ്ടോ. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാനിച്ചിരിക്കുന്നു. ഇന്ന് ആമേൻ സ്തോത്രം. പകൽക്കാലം എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന സ്നേഹിത, ആമേൻ സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന്റെ ആലോചന മാറാത്തതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ, അവന് മാറ്റമില്ല. ഇന്ന് പകലിൽ ദൈവത്തിന് മാറ്റമില്ലെങ്കിൽ, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് മാറ്റമില്ലെങ്കിൽ, ദൈവത്തിന്റെ ആലോചനയ്ക്ക് മാറ്റമില്ല. ദൈവത്തിന്റെ ആലോചനയ്ക്ക് മാറ്റമില്ല.
ആമേൻ കുറിവാക്യത്തിലേക്ക് വരാം. ആമേൻ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 21-ാമത്തെ വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കാമോ? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 19-ാം അധ്യായം 21-ാമത്തെ വാക്യം. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും. ആലോചന ചോദിച്ചു എങ്ങും പോകണ്ട. 2026 എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു എങ്ങും പോകണ്ട. ആമേൻ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു എങ്ങും പോകണ്ട. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം ഇന്നലകളിൽ നിന്നോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തിയാക്കാൻ പോകുന്നു. അതുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പദം, ആമേൻ സ്തോത്രം, ഒന്നും കൂടെ ഞാൻ പറയാം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പദം ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലങ്ങൾക്ക് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു, എന്റെ ആലോചന നിവർത്തിയാകും. അതുകൊണ്ട് ഇന്ന് പകൽ മറന്നു പോകരുത്, ദൈവത്തിന്റെ ആലോചനയെ നിവർത്തിയാകത്തുള്ളൂ. പ്രിയരെ, ദൈവത്തിന്റെ ആലോചനയെ നിവർത്തിയാകത്തുള്ളൂ. അത് പൂർണ്ണതയുള്ളതാണ്. ആ ആലോചന തികവുള്ളതാണ്. ദൈവാലോചന ഒരുവനെ കൊന്നുകളയുന്നതല്ല, ഒരുവനെ തകർത്ത് കളയുന്നതല്ല, മറിച്ച് ദൈവാലോചന ഒരുവനെ, ആമേൻ സ്തോത്രം, ദൈവത്തിന് ആ വ്യക്തിയോടുള്ള ദൈവത്തിന്റെ ഉദ്ദേശങ്ങളെ കൈമാറുന്നതാണ് ദൈവത്തിന്റെ ആലോചന എന്ന് പറയുന്നത്. ആമേൻ നാം വായിച്ചല്ലോ. ആമേൻ സ്തോത്രം, ആമേൻ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ആമേൻ സ്തോത്രം നാം വായിച്ചല്ലോ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. കണ്ടോ, ഉദ്ദേശങ്ങൾ, ആലോചന ഇല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുക. മനുഷ്യന്റെ ഹൃദയത്തിലെ പല വിചാരങ്ങളല്ല നിന്റെ വീടിനകത്ത് ആമേൻ സ്തോത്രം സംഭവിക്കേണ്ടത്, മറിച്ച് ഹല്ലേലൂയ, ആമേൻ, നിന്റെ വീടിനകത്ത് സംഭവിക്കേണ്ടത് മറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളാണ്, ദൈവത്തിന്റെ പദ്ധതികളാണ് നിന്റെ ലൈഫിനകത്ത് സംഭവിക്കേണ്ടത്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? 2025 മനുഷ്യന്റെ വിചാരങ്ങളും മനുഷ്യന്റെ താല്പര്യങ്ങളും മനുഷ്യന്റെ ഹിതങ്ങളും മനുഷ്യന്റെ കൈകടത്തലുകളും കൊണ്ട് നിന്റെ ജീവിതം വികൃതമായി തീർന്നപ്പോൾ ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുന്നു. 2026 മനുഷ്യന്റെ കൈകടത്തലുകളില്ലാതെ, മനുഷ്യന്റെ ആലോചനയില്ലാതെ, മനുഷ്യന്റെ ഉപദേശമില്ലാതെ ദൈവത്തിന്റെ ആലോചന മാത്രം നിവർത്തിയാക്കപ്പെടുന്ന, ദൈവത്തിന്റെ ആലോചന മാത്രം പുറത്തു വരുന്ന ഒരാത്മതലം നിന്റെ മുമ്പിൽ തുറപ്പാൻ ദൈവത്തിന് ഇന്ന് പകൽക്കാല പദ്ധതിയുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, ദൈവത്തിന്റെ ആലോചന നിവർത്തിയാക്കും. 2026 യഹോവയുടെ ആലോചന നിവർത്തിയാകുന്ന വർഷം. നിങ്ങളിത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ വാക്യം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. ഈ വാക്യം നിങ്ങളുടെ ലൈഫിനകത്ത് മാനിഫെസ്റ്റ് ചെയ്യും. ഉറപ്പാണ്. ഇത് മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ യാത്രകൾ റെഡിയാകും. ഇത് മാനിഫെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ തലമുറകളുടെ പഠനങ്ങൾ റെഡിയാകും. ഇത് മാനിഫെസ്റ്റ് ആയാൽ വിവാഹങ്ങൾ നടക്കപ്പെടും. ഇത് മാനിഫെസ്റ്റ് ആയാൽ ദൈവശക്തി വ്യാപരിക്കപ്പെടും. ഇത് മാനിഫെസ്റ്റ് ആയാൽ ഇതുവരെ ശത്രു നടക്കത്തില്ല, കരുത്തില്ലെന്ന് പറഞ്ഞ മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം വെളിപ്പെടും. ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷം ആശംസിക്കുന്നു. യഹോവയുടെ ആലോചന നിവർത്തിയാകുന്ന വർഷമായി ഈ ആണ്ട് തീരട്ടെ. മേ ഗോഡ് ബ്ലസ് യു.